ഈസ്റ്ററൊക്കെ പ്രമാണി ചേച്ചിയുടെ വീട്ടിൽ പോവാം. ചുമ്മാ ഒന്ന് വട്ടം കറങ്ങിയിട്ട് വരാം. ആ പോകുന്നതിൻ്റെ തുള്ളലാണ് കാണുന്നത്. അപ്പോൾ പോവാം. ഇവിടുന്നൊരു 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഈസ്റ്റർ അവിടെ എന്നാ ആയി എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാം. നമ്മളിങ്ങനെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ മണികണ്ഠപുരം അമ്പലത്തിൻ്റെ ഇലയെ പോകുന്ന അവൻ്റെ വാതിൽ 4 കണ്ടു. അതിൻ്റെ ഇലയൊക്കെ പോയിട്ട് തളിരില വന്നിരിക്കുന്ന നല്ല ചുമന്ന് നിൽക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ മണികണ്ഠപുരം അമ്പലം. ചേച്ചിയുടെ വീടെത്തി. ഇതാണ് കാണുന്ന വീട് കേട്ടോ. ഈ കാണുന്ന കൊട്ടാരമല്ല, അപ്പുറത്തെ ചെറിയൊരു കൊട്ടാരം ആണ് ചേച്ചിയുടെ വീട്. ഈസ്റ്റർ സ്പെഷ്യൽ ചേച്ചിയുടെ അടുക്കളയിൽ കയറിയും തപ്പാവുന്നതുകൊണ്ട് കയറി കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി ബീഫ് കറി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. ഇപ്പം എന്തിനാണ് അച്ചാറിട്ടെ? നോയമ്പായിട്ട് നോയമ്പ് തീർന്നിട്ട് ഇതല്ലേ കാട്ടക. ഇനി മീൻകറി ഉണ്ടല്ലോ. മീൻകറി അപ്പുറം അവൾക്ക് പഴയ വീടുണ്ട് കേട്ടോ. അവിടെയാണ് വിറകടുപ്പിൽ വെക്കുന്നത്. വിറകടുപ്പിൽ വെച്ച നല്ല അടിപൊളി ഓലക്കൊഴുവ മീൻകറി, അതുകൊണ്ടും തപ്പ എങ്ങനെ ഉണ്ടോ നോക്കാം. അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻകറിയാണോ എന്ന് നോക്കിയേക്കാം. അമ്പട നല്ല മൺചട്ടി വെച്ച നല്ല കിടിലൻ ഓലക്കൊഴുവ മീൻകറി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടി അടിക്കണമെന്ന്. അപ്പോൾ നല്ല മോര് കറച്ചി മീനൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചേച്ചിയുടെ പിള്ളേരുമായിട്ട് പിന്നെ വീട്ടിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇനി ആൻറ്റിയുടെ വീട്ടിൽ പോവാം. പിള്ളേരെല്ലാം കളിച്ച് തകർത്ത് ഇനിയിപ്പം ആൻറ്റിയുടെ വീട്ടിൽ പോയി വൈകുന്നേരത്തെ ഈസ്റ്റർ ആഘോഷം കൂടെ ആഘോഷിക്കാൻ പോവാം കേട്ടോ. ഉണ്ണി എവിടെ എത്തിയടാ? ആറമ്മ വീട്ടിൽ. നിന്റെ അമ്മയുടെ വീടാതെന്ന് ആരാ പറഞ്ഞേ? നീ പറഞ്ഞേ. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ. ആൻറ്റിയൊക്കെ നമ്മളെ നോക്കിയിരിക്കുക. അപ്പാപ്പി കരിക്കിടുവാന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ചേച്ചി എന്ന് പറഞ്ഞത് ആൻറ്റിയുടെ മോളാണ് കേട്ടോ. അച്ഛൻ്റെ പെങ്ങളുടെ മകൾ. ആൻറ്റി ഇവിടെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഈസ്റ്റർ ആഘോഷത്തിന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അളിയനുണ്ട്, അളിയൻ്റെ അമ്മ, ചേച്ചിയൊക്കെ അകത്തുണ്ട്. അപ്പാപ്പി ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആൻറ്റിയുടെ അടുക്കളയിൽ കയറി ഈസ്റ്റർ വിഭവങ്ങളും തപ്പാം. പോയിട്ട് ബീഫ് കറി മീൻകറിയൊക്കെ ഉണ്ട് സ്പെഷ്യൽ. പെങ്കൊച്ച് വെളുപ്പിനെ വെള്ളിപ്പാൻ എഴുന്നേറ്റുകൊണ്ട് ഉറക്കത്തിൻ്റെ വഴക്ക് തുടങ്ങി. അപ്പോൾ ഞാനിതെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് സ്ഥലം അങ്ങനെ കൊച്ചു വഴക്കുണ്ടാക്കിയോണ്ടേ കപ്പയും ബീഫും ഇതൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഞാനും പോയി കേട്ടോ. അങ്ങനെ ഒരു ഈസ്റ്റർ കൂടെ കഴിഞ്ഞു.